ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്നതാണ്. ആദ്യം തന്നെ ഗ്രീൻ പീസ് ഒരു 6 to 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം നല്ലതുപോലെ കഴുകി കുക്കറിലിട്ട് 1-2 സവാളയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞ ശേഷം അതങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് സവാള അരിഞ്ഞതും കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. സവാള കൂടുതലൊന്നും വേണ്ട, ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞാൽ മതി. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ആണ്. അതുകൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളാണ്. പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം, ഒരു 1.5 ടീസ്പൂണാണ് വേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗ്രീൻ പീസാണ്. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസും സവാള കൂടിയാണ് വേവിച്ചത്. അത് സവാള ഇടാൻ മറക്കരുത്. ഇതിൽ നിന്ന് ഒരു 1-2 സ്പൂണ് ഗ്രീൻ പീസ് വേവിച്ചത് മാറ്റി വെക്കണം. പൊതുവേ ഞാൻ കടല ആയാലും ഗ്രീൻ പീസ് കറി ആയാലും തേങ്ങ അരച്ച് വെക്കുമ്പോൾ കൂടെ അരയ്ക്കുമ്പോൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതുകൂടി ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. നല്ല കൊഴുത്ത് കിട്ടും നമുക്ക് ഗ്രേവി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടി കുറച്ച് വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുക്കാം. അത് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ എത്ര വേണോ, ഗ്രേവിയുടെ തിക്നെസ് എത്ര വേണോ എന്നൊക്കെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് തിളച്ച് മറിഞ്ഞ് പോകുമൊന്നും വേണ്ട. ഇങ്ങനെ ആവുമ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അതുപോലെ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കണം. ഇതുകൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താലും മതി. ടേസ്റ്റ് അതാണ് ഇഷ്ടമുള്ളവർക്ക്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടാതിരിക്കില്ല.